ജൂലൈ 5 ബഷീർ ദിനം. മലയാള സാഹിത്യത്തിൽ ഒരേയൊരു സുൽത്താനേയുള്ളൂ. ഭാഷയുടെയും വ്യാകരണത്തിൻ്റെയും വേലിക്കെട്ടുകൾ പൊളിച്ചെഴുതി മലയാള സാഹിത്യത്തെ സാധാരണക്കാരൻ്റെ ജീവിതത്തോട് ചേർത്തു നിർത്തിയ ബേപ്പൂർ സുൽത്താൻ എന്ന വൈക്കം മുഹമ്മദ് ബഷീർ 1908 ജനുവരി 21 വൈക്കം തലയോലപ്പറമ്പിൽ കായിൽ അബ്ദുൾ റഹ്മാൻ്റെയും കുഞ്ഞാച്ചുമ്മയുടെയും മകനായി ജനിച്ചു. സാധാരണക്കാരിൽ സാധാരണക്കാരനായ നാട്ടുമനുഷ്യൻ്റെ പച്ച ഭാഷയിലുള്ള ഹാസ്യാത്മകമായ രചനകൾ വായനക്കാരനെ ഒരുപോലെ ചിന്തിപ്പിക്കുകയും കരയിക്കുകയും ചെയ്തു. അതായിരുന്നു ആ തൂലികയുടെ രഹസ്യം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ജൂലൈ 5 31 വയസ്സ് തികയുകയാണ്. നാടോടിയായും സഞ്ചാരിയായും സമരഭടനായും തടവുകാരനായും സന്യാസിയായും ബഷീർ തൻ്റെ ജീവിതത്തെ തൊട്ടറിഞ്ഞു. ഒരിക്കലും അലക്കിത്തേച്ച വടിവൊത്ത ഭാഷയിൽ അദ്ദേഹം എഴുതിയില്ല. ഇത് മലയാളത്തിലെ മറ്റൊരു സാഹിത്യകാരനും അവകാശപ്പെടാൻ സാധിക്കാത്ത വിധം ബഷീറിനെ ജനകീയനാക്കി. തൻ്റേതു മാത്രമായ വാക്കുകളും ശൈലികളുമാണ് ബഷീറിൻ്റെ സവിശേഷത. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനാരീതി ബഷീറിയൻ ശൈലി എന്ന് തന്നെ അറിയപ്പെട്ടു. ബാല്യകാലസഖി, ആനപ്പൂട, പാത്തുമ്മായുടെ ആട്, പ്രേമലേഖനം, മതിലുകൾ, ശബ്ദങ്ങൾ, എൻ്റെ ഉപ്പുപ്പായ്ക്കൊരാനുണ്ടാർന്ന്, പാവപ്പെട്ടവരുടെ വേശ്യ, മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ, വിശ്വവിഖ്യാതമായ മൂക്ക്, വിഡ്ഢികളുടെ സ്വർഗം എന്നിങ്ങനെ മലയാളി എന്നും ഓർത്തുവെക്കുന്ന രചനകൾ ആ തൂലികയിൽ നിന്നും പിറവിയെടുത്തു. ജീവിതത്തോട് ചേർന്നു നിൽക്കുന്നതായിരുന്നു ബഷീറിൻ്റെ രചനകൾ. താൻ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളെ അദ്ദേഹം രചനകളിലൂടെ ആവിഷ്കരിച്ചു. അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ഉരുക്കിമിനുക്കിയ പൊൻപൂക്കളായിരുന്നു ബഷീറിൻ്റെ രചനകൾ. 1943 അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയായ പ്രേമലേഖനം എന്ന നോവൽ പുറത്തിറങ്ങി. 1944 തൻ്റെ ബാല്യകാല സുഹൃത്തായ സുഹറയെ മുഖ്യ കഥാപാത്രമാക്കി എഴുതിയ ബാല്യകാലസഖി പ്രസിദ്ധീകരിച്ചതോടെയാണ് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ ബഷീർ അറിയപ്പെടാൻ തുടങ്ങിയത്. സാധാരണക്കാരൻ്റെ ജീവിതത്തെ അടുത്തും അനുഭവിച്ചും കഥാപാത്രങ്ങളാക്കി കഥകളെഴുതിയ വൈക്കം മുഹമ്മദ് ബഷീർ ജീവസുറ്റ കൃതികളാണ് സാഹിത്യലോകത്തിന് സമ്മാനിച്ചത്. 5th ഫോമിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ നിന്നും ഒളിച്ചോടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ചേർന്ന് ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സ്വാതന്ത്ര്യ സമരസേനാനി എന്ന നിലയിൽ ജയിലിൽ കിടന്നിട്ടുമുണ്ട്. തികഞ്ഞ ഗാന്ധിയനായ ബഷീർ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ പോലീസിൻ്റെ ഉള്ളിലെ അഹിംസാവാദത്തെ തുടച്ചു നീക്കിയിരുന്നു. തുടർന്ന് ഭഗത് സിംഗിൻ്റെയും രാജ്ഗുരുവിൻ്റെയും ചന്ദ്രശേഖർ ആസാദിൻ്റെയും ആശയങ്ങൾ പിന്തുടർന്ന് തീവ്രവാദ സംഘടനയുണ്ടാക്കി പ്രവർത്തിച്ചു. അതിൻ്റെ മുഖപത്രമായ ഉജ്ജീവനം എന്ന വാരികയിൽ, പ്രഭ എന്ന തൂലികയിൽ തീപ്പൊരി ലേഖനങ്ങൾ എഴുതി. പിന്നീട് ഹിമാലയ സാനുക്കളിലും ഗംഗാതീരത്തും ഹിന്ദു സന്യാസിയായും സൂഫിയായും നീണ്ട 10 വർഷക്കാലം അദ്ദേഹം കഴിച്ചുകൂട്ടി. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ഫെല്ലോഷിപ്പും 1982 പത്മശ്രീയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1994 ജൂലൈ 5 ഈ ലോകത്തോട് വിട പറഞ്ഞ വൈക്കം മുഹമ്മദ് ബഷീർ 31 വർഷങ്ങൾ കഴിഞ്ഞിട്ടും തൻ്റെ കൃതികളിലൂടെ വായനക്കാരുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്.